നമസ്കാരം. ആയുരാരോഗ്യ സൗഖ്യത്തിനും രോഗദുരിതങ്ങൾ നമ്മളെ വിട്ടകലാനും അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളാൽ നിങ്ങളിപ്പോൾ വലയുകയാണെങ്കിൽ ആ രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനും എന്തെങ്കിലുമൊക്കെ വഴിപാടുകളാൽ സാധ്യമാകുമോ എന്ന് ചിന്തിക്കുന്നവരാകും നിങ്ങൾ. സാധ്യമാകും. പ്രാർത്ഥനയും വഴിപാടുകളും കൊണ്ട് സാധ്യമാകാത്തതായി ഈ ഭൂമി മലയാളത്തിൽ ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുക, വഴിപാടുകൾ കഴിച്ച് ഭഗവാനോട് തൻ്റെ ദുഃഖങ്ങൾ ഓരോന്നോരോന്നായി പറയുക. അത് ഓരോന്നും ഭഗവാൻ മാറ്റിത്തരുമെന്ന്. ഇവിടെ ആരോഗ്യ സംരക്ഷണത്തിനും അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ദുരിതങ്ങൾ ഒഴിയുന്നതിനും ചെയ്യേണ്ട ഒരു ഒരുപാട് വഴിപാടുകളുണ്ട്. അതിൽ ഒരെണ്ണം നിങ്ങൾക്കായി പറഞ്ഞു തരാം. രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും എല്ലാവിധ ഇപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങളെ വിട്ടകലുന്നതിനായി അത്താഴ പൂജ വഴിപാടായി നടത്തുക എന്നതാണ് ഒരു പരിഹാരമായി പറഞ്ഞു തരാനുള്ളത്. ഇതിലൂടെ അതായത് പേരും നക്ഷത്രവും പറഞ്ഞു കൊടുത്ത് അത്താഴ പൂജ വഴിപാടായി കഴിപ്പിക്കുക. ഇതിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ. അതുകൂടാതെ നമ്മൾക്ക് എപ്പോഴും ആരോഗ്യപരമായി നല്ല ദൃഢഗാത്രമായിട്ടിരിക്കാൻ വേണ്ടി ഒരു കവചമായി ഈ വഴിപാട് നമ്മൾക്കൊപ്പം അല്ലെങ്കിൽ ഈ വഴിപാടിൻ്റെ ഫലം നമുക്കിപ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത്താഴ പൂജ വഴിപാടായി കഴിപ്പിക്കുന്നത് വളരെയധികം ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. രോഗശാന്തി ഉണ്ടാകും, ആരോഗ്യ സൗഖ്യമുണ്ടാകും അത്താഴ പൂജ വഴിപാടിലൂടെ. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു വഴിപാട് എന്തെങ്കിലും രോഗദുരിതങ്ങളാൽ വലയുന്നവർ ആണെങ്കിൽ നിങ്ങളൊന്ന് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ശിവോഹ ആസ്ട്രോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.